Ladies and gentlemen, this is your in-charge flight attendant speaking. Due to some mechanical problem, we'll be preparing for emergency landing. Please change your seats and fasten your seatbelt. Your course is fully trained to the situation and some crew members already preparing to the aircraft. എമർജൻസി അലേർട്ട് മുഴങ്ങിയതും നിദ്രയിലാണ്ടവരും ചിരികളിൽ മുഴുകിയവരും മറ്റു യാത്രക്കാരും ഒരു നിമിഷം നിശ്ചലമായി. നിമിഷങ്ങൾക്കകം മനസാന്നിധ്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു. പിന്നീട് നിലവിളികളാലും പ്രാർത്ഥനകളാലും അന്തരീക്ഷം ശബ്ദമുഖരിതമായി. ഭയാനകരമായ മണിക്കൂറുകൾ അവർ പിന്നിട്ടു. പിന്നീട് അങ്ങോട്ട് സാഹസികത നിറഞ്ഞ വഴികളിലൂടെ യാത്രക്കാർ എല്ലാവരും സഞ്ചരിച്ചു. 1983 ജൂലൈ 23 ശനിയാഴ്ച പതിവ് പോലെ കിങ്കി ഗ്ലൈഡർ എന്നറിയപ്പെടുന്ന എയർ കാനഡ 143 പ്ലെയിൻ മോഡൽ 762-200 എന്ന വിമാനം മോൺട്രിയയിൽ നിന്നും 2 പൈലറ്റും 8 ക്യാബിൻ ക്രൂവും 61 യാത്രക്കാരുമായി എഡ്മണ്ടിലേക്ക് യാത്ര തിരിച്ചു. സമയം രാത്രി 8 മണി. ഒന്റാറിയോയിലെ റെഡ് ലേക്കിന് മുകളിൽ കൂടി 41,000 അടി ഉയരത്തിൽ പറക്കവേ ഹോസ്പിറ്റലിൽ അപായമണി മുഴങ്ങി. 3 ഇന്ധന ടാങ്കുകളുമായി പറക്കുന്ന വിമാനത്തിന്റെ ഇടതുവശത്തെ ഇന്ധന ടാങ്കിന്റെ പ്രഷർ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ബാക്കി 2 ടാങ്കുകൾ ബാക്കിയുണ്ടായത് കാരണം പൈലറ്റ് അത് കാര്യമാക്കിയെടുത്തില്ല. എന്നാൽ മിനിറ്റുകൾ കഴിയവേ അപായമണി വീണ്ടും ശബ്ദിച്ചു. അപ്പോഴാണ് അവർ ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കിയത്. വിമാനത്തിന്റെ 3 ടാങ്കുകളും പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. ആൾ എൻജിൻസ് ആർ ഔട്ട് എന്ന ശബ്ദം ഹോസ്പിറ്റലിൽ മൊത്തം മുഴങ്ങി. ഇത്രയും വർഷത്തെ സർവീസിൽ ഇങ്ങനെ ഒരു അനുഭവം പൈലറ്റിന് ആദ്യമായിട്ടായിരുന്നു. അതുമാത്രമല്ല, പറക്കൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച എവിടെയും രേഖപ്പെടുത്തിയതായി അറിവുമില്ല. അത് അവരെ സംബന്ധിച്ച് വൻ തിരിച്ചടിയായിരുന്നു. ഇന്ധനം നിറക്കുന്നവരുടെ അശ്രദ്ധയായിരുന്നു അപകടത്തിന് വഴി തെളിച്ചത്. കിലോഗ്രാമിൽ നിറക്കുന്ന ഇന്ധനം പൗണ്ടിൽ കണക്കാക്കിയതായിരുന്നു നിറച്ചിരുന്നത്. അതിന്റെ വലിയൊരു അപാകത എന്തെന്നാൽ പൗണ്ടിൽ നിറക്കുമ്പോൾ കിലോഗ്രാമിന് നിറക്കേണ്ടതിന്റെ പകുതി ഇന്ധനം മാത്രമേ നിറയുകയുള്ളൂ. 22,300 കിലോഗ്രാം ഇന്ധനം വേണ്ട വിമാനത്തിൽ അളവിന്റെ നേർ പകുതി മാത്രമേ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയം അത്രയും നിലവിളികൾക്കൊടുവിൽ യാത്രക്കാരുടെ ശബ്ദം നിലക്കുകയും കുഞ്ഞുങ്ങൾ കരഞ്ഞു വാടി തളർന്നു ഉറങ്ങുകയും ചെയ്തിരുന്നു. അദ്ദേഹം വിമാനം 220 നോട്ട്, അതായത് 410 km/h സ്പീഡിൽ ഓടിച്ചു. അപ്പോഴേക്കും യാത്രക്കാർക്ക് സേഫ്റ്റി ഒന്നും കൂടെ ഉറപ്പുവരുത്തി നൽകിയിരുന്നു. ലാൻഡിംഗ് അടുക്കുമ്പോൾ വിമാനം മന്ദഗതിയിലായതിനാൽ റാം എയർ ടർബൈൻ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കുറക്കുന്നത് വിമാനത്തെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചു. മെയിൻ പവറില്ലാതെ ലാൻഡിംഗ് ഗിയർ താഴ്ത്തി ലോക്ക് ചെയ്യാൻ പൈലറ്റുമാർ ഒരു ഗ്രാവിറ്റി ഡ്രോപ്പ് ഉപയോഗിക്കേണ്ടി വന്നു. പ്രധാന ഗിയർ ആ സ്ഥാനത്തേക്ക് പൂട്ടാൻ ശ്രമിച്ചു, പക്ഷേ നോസ് വീൽ ചെയ്തില്ല. റൺവേയിലുള്ളവരുടെ സുരക്ഷയ്ക്കായി ടച്ച് ഡൗണിന് ശേഷം നോസ് വീൽ ലോക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് പിന്നീടൊരു അസാധാരണ കാര്യമായിട്ട് മാറും. വിമാനം റൺവേയുടെ അടുത്തെത്തിയപ്പോൾ അത് വളരെ ഉയരത്തിലും വേഗത്തിലും വരുന്നുണ്ടെന്ന് പൈലറ്റുമാർ മനസ്സിലാക്കി. വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ഹൈഡ്രോളിക് മർദ്ദത്തിന്റെ അഭാവം ഫ്ലാപ്പ് തടഞ്ഞുവെച്ചു. ഇത് സാധാരണ സാഹചര്യങ്ങളിൽ വിമാനത്തിന്റെ സ്റ്റാൾ സ്പീഡ് കുറക്കുന്നതിനും ചിറകുകളിലൂടെ ലിഫ്റ്റ് കോഎഫിഷ്യന്റ് വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. സുരക്ഷിതമായ ലാൻഡിങ്ങിനായി വിമാനത്തെ പതുക്കെയാക്കുന്നു. വേഗതയും ഉയരവും കുറക്കാൻ പൈലറ്റുമാർ 360 ഡിഗ്രിയിലേക്ക് തിരിച്ച് ചുരുക്കി പരിഗണിച്ചു. എന്നാൽ ഇതിന് ആവശ്യമായ ഉയരം തങ്ങൾക്കില്ലെന്ന് അവർ മനസ്സിലാക്കി. ഡ്രാഗ് വർദ്ധിപ്പിക്കാനും ഉയരം കുറക്കാനും ഒരു ഫോർവേഡ് സ്ലിപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പിയേഴ്സൺ തീരുമാനിച്ചു. പുറത്തുള്ള ഫോർവേഡ് സ്ലിപ്പ് റാം എയർ ടർബൈനിലൂടെയുള്ള വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തി. ഇത് ലഭ്യമായ ഹൈഡ്രോളിക് പവർ കുറച്ച് ഫോർവേഡ് സ്ലിപ്പിന് ശേഷം നേരെയാകുമ്പോൾ വിമാനം പതുക്കെ പ്രതികരിക്കുന്നത് കണ്ട് പൈലറ്റുമാർ തന്നെ അത്ഭുതപ്പെട്ടു. 3 എഞ്ചിനുകളിലുമുള്ള ഇന്ധനം തീർന്നതിനാൽ വിമാനം അതിന്റെ അടുത്തെത്തുമ്പോൾ ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. ഇത് റൺവേയിലുള്ള ആളുകൾക്ക് ഒരു തിരിച്ചടിയായി. റൺവേയിൽ ചക്രങ്ങൾ സ്പർശിച്ചയുടനെ ക്യാപ്റ്റൻ ശക്തമായി ബ്രേക്ക് ചെയ്തു. വിമാനത്തിന്റെ 2 ടയറുകൾ പെട്ടെന്ന് നിന്നു. ലോക്ക് ചെയ്യാത്ത മുൻചക്രം തകർന്നു വീഴുകയും ഇത് വിമാനത്തിന്റെ മുൻഭാഗം ഇടിച്ച് തെറിപ്പിക്കുകയും തുടർന്ന് നിലത്തുകുത്തി നിൽക്കുകയും ചെയ്തു. ഇത് വിമാനം മന്ദഗതിയിലാക്കാൻ സഹായിക്കുകയും കൂടാതെ റൺവേയിലേക്ക് ചുറ്റുമുള്ള ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുന്നത് തടയുകയും ചെയ്തു. എയർ കാനഡ ഫ്ലൈറ്റ് 143 ഇന്ധനം തീർന്ന് 17 മിനിറ്റിനു ശേഷം ഗ്രൗണ്ടിൽ നിശ്ചലമായി. റേസറുകളും കോഴ്സ് തൊഴിലാളികളും പോർട്ടബിൾ ഫയർ എക്സ്റ്റൻഷനുകൾ ഉപയോഗിച്ച് മുൻവശത്തെ തീയും അണച്ചു. 61 യാത്രക്കാർക്കോ നിലത്തുണ്ടായിരുന്ന ആളുകൾക്കോ ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. വിമാനത്തിന്റെ മൂക്ക് നിലത്ത് വീണതിനാൽ അതിന്റെ വാൽ ഉയർന്നിരുന്നു. അതിനാൽ യാത്രക്കാർക്ക് വിമാനത്തിൽ നിന്നും പിൻവശത്തെ സ്ലൈഡറുകളിലൂടെ പുറത്തു കിടക്കുമ്പോൾ ചില ചെറിയ പരുക്കുകൾക്കപ്പുറം മറ്റൊന്നും സംഭവിക്കാതെ ആ വിമാനം ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ച ഒരു ലാൻഡിങ്ങിന് സാക്ഷ്യം കുറിച്ചു.